ഇങ്ങനെ മൂത്രമൊഴിക്കില്ല, കുട്ടീനെ മൂത്രമൊഴിക്കാൻ വിട്ടിട്ടില്ല, കുട്ടിക്ക് നാവി വേദന ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചതാണ് മോൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഉപ്മാവ് തിന്നുമ്പോൾ തങ്കമണി ടീച്ചർ വിട്ടിട്ടില്ല, അപ്പം എനിക്ക് നാവി വേദന വന്നെന്ന് പറഞ്ഞു. അപ്പം വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് എന്നാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു മോൻ്റെ അടുത്ത്. അപ്പം മോൻ പറഞ്ഞ് കാരണം കുട്ടിക്ക് തലേന്ന് കൈവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടി മോനെ വിളിച്ചപ്പോൾ കുട്ടി അന്നേരമാണ് കുട്ടി പറയുന്നത് ടീച്ചറെ അടിച്ചിട്ടാണ് അമ്മ കൈവേദന വന്നതെന്ന്, ഭക്ഷണം കഴിക്കാത്തതിന് അടിച്ചിട്ടാണ് കൈവേദന വന്നതെന്ന്. മാറാട് കൈതവളപ്പ് ഭാവന അങ്കണവാടിയിലെ അധ്യാപിക കുട്ടികളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയിരുന്നു. മാറാട് പോലീസ് വിഷയത്തിൽ കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. മാത്രമല്ല ആ വിഷയത്തിൽ ഈ കേസെടുക്കുക പോലും ചെയ്തിട്ടും ഇതുവരെയും അധ്യാപികയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവരെ സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നടപടിയിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ ആയിട്ട് പ്രതിഷേധവുമായി തിരിക്കുന്നത്. അവരിപ്പോൾ ചെറുവണ്ണൂരിലെ ശിശു വികസന വകുപ്പ് കാര്യാലയത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തിരിക്കുന്നത്. രക്ഷിതാക്കൾ തന്നെ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി കേസെടുത്തു. പക്ഷേ ഇപ്പോഴും അധ്യാപിക സർവീസിലുണ്ട്, ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് 1.5 മാസമായിട്ട് ടീച്ചർ ഇപ്പോഴും അവിടെ അംഗനവാടിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 മക്കൾക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നൊക്കെ സപ്പോർട്ടാണ്. ഇവർക്ക് ഇവരെ ഭാഗത്തിലാണ് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും. ഈ 5 മക്കൾ ഇതുവരെ അംഗനവാടിയിൽ പോയിട്ടില്ല ഈ 1.5 മാസമായിട്ട്. ഈ ഒരു തെറ്റ് ചെയ്ത ടീച്ചർ ഈ അംഗനവാടി 1.5 മാസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് പറ്റില്ലല്ലോ. കാരണം ചെറിയ കുട്ടി 4 വയസ്സായ കുട്ടീനെ അടിച്ചിട്ട് ഇവർക്ക് ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചർ അവിടെ ഇരുത്താ ചെയ്യേണ്ടേ. അതിനുള്ള തീരുമാനം ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഒരാഴ്ച എടുക്കുക, 2 ദിവസം എടുക്കുക, അതിനുള്ളിൽ മാറ്റുക എന്നുള്ള പറഞ്ഞിട്ട് ടീച്ചർ ഇതുവരെ മാറിയിട്ടില്ല. 1.5 മാസമായി അംഗനവാടി ടീച്ചർ ഇരിക്കുന്നു. അപ്പം തീയതി ഞങ്ങൾ വെച്ചാൽ കുട്ടിക്ക് കൈവേദന പറഞ്ഞത് 6-ാം തീയതി രാത്രി കുട്ടിക്ക് കൈവേദന വന്നതിന് ശേഷം 7-ാം തീയതി കുട്ടി അംഗനവാടി പോയി കുട്ടി വൈകുന്നേരം വന്നതിന് ശേഷം ഇങ്ങനെ മൂത്രമൊഴിക്കില്ല, കുട്ടീനെ മൂത്രമൊഴിക്കാൻ വിട്ടിട്ടില്ല, കുട്ടിക്ക് നാവി വേദന ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചതാണ് മോൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഉപ്മാവ് തിന്നുമ്പോൾ തങ്കമണി ടീച്ചർ വിട്ടിട്ടില്ല, അപ്പം എനിക്ക് നാവി വേദന വന്നെന്ന് പറഞ്ഞു. അപ്പം വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് എന്നാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു മോൻ്റെ അടുത്ത്. അപ്പം മോൻ പറഞ്ഞ് കാരണം കുട്ടിക്ക് തലേന്ന് കൈവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടി മോനെ വിളിച്ചപ്പോൾ കുട്ടി അന്നേരമാണ് കുട്ടി പറയുന്നത് ടീച്ചറെ അടിച്ചിട്ടാണ് അമ്മ കൈവേദന വന്നതെന്ന്, ഭക്ഷണം കഴിക്കാത്തതിന് അടിച്ചിട്ടാണ് കൈവേദന വന്നതെന്ന്. അപ്പോൾ അംഗനവാടി ടൈം കഴിഞ്ഞ് നമുക്ക് ചോദിക്കാനുള്ള ഇതില്ല. അപ്പം ഞാൻ പിറ്റേന്ന് 8-ാം തീയതിയാണ് ഞാൻ അംഗനവാടി പോയിട്ട് ടീച്ചറെ അടുത്ത് ചോദിക്കുന്നത്, ടീച്ചറെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്താണ് ടീച്ചർ ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ടീച്ചർ പറയാം ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, ഞാൻ കുട്ടീനെ അംഗനവാടിയിലാക്കി. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നു. കുട്ടി അംഗനവാടി വിട്ട് വന്നപ്പോൾ ഞാൻ കുട്ടീനോട് ചോദിച്ചു വാവേ കൈവേദന ഉണ്ടോയെന്ന്. അപ്പോൾ മോൻ പറഞ്ഞ് അമ്മ കൈവേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കടലാസും കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പറും എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തതും എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ ഞങ്ങൾ എടുത്തുണ്ട്. ഇങ്ങോട്ട് വരെ ടീച്ചർ ഇതുവരെ ഈ 1.5 മാസമായിട്ട് ടീച്ചർ അംഗനവാടിയിൽ തുടർന്നുകൊടുക്കുകയാണ്. ഞങ്ങളെ കുട്ടികൾക്ക് എന്തേലും നീതി വേണം. ഞങ്ങൾ ഈ 5 കുട്ടികൾക്ക് നീതി കിട്ടാണ്ട് ഞങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറൂല. അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടാകുന്നവരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രക്ഷിതാക്കളുടെ തീരുമാനം. അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളുമൊക്കെയാണ് ചെറുവണ്ണൂരിലെ ശിശു വികസന സമിതിയുടെ ഈ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.